കയ്യിൽ നല്ല പൈസ ഉണ്ടെങ്കിൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഡോക്ടറാക്ക്, എഞ്ചിനീയറാക്ക്. ഇനി കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുക. അവർ കുട്ടികൾ ഇനി മക്കൾ പഠിക്കുന്നില്ല, അവർ കാഫറ്റീരിയയിലാണ് ജോലി അല്ലെങ്കിൽ ഗ്രോസറി ജോലി എടുക്കുന്നത്, അങ്ങനെ ചെയ്യട്ടെ എന്ന്. അതിലെന്താണ് കുഴപ്പമുള്ളതെന്ന്? ഇപ്പോൾ ഗ്രോസറിക്കാർ അല്ലെങ്കിൽ കഫറ്റീരിയയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മരിച്ചാലെന്ത് നരകത്തിലേക്ക് പോകും? ഇല്ലല്ലോ. അവർക്കും സ്വർഗ്ഗമുണ്ട്, പണക്കാരനും സ്വർഗ്ഗമുണ്ട്. ഇപ്പോൾ പണക്കാർ പറയുന്നുണ്ട്, പൈസ ഉള്ള ആൾക്കാർ പറഞ്ഞു ഞാൻ ഇത്ര പൈസ ഉണ്ടാക്കി, ഞാൻ ഒരുപാട് ഉണ്ടാക്കി, നിങ്ങൾ എന്തുണ്ടാക്കി? നീ മണ്ണാങ്കട്ടുണ്ടാക്കി, നീ സക്സസ് അല്ല, നീ വലിയ സക്സസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നീ എത്തുന്ന എവിടേക്കെന്ന് അറിയോ? കബറിലേക്കാണ്. ആ കബറിൽ എന്താണുള്ളത് അറിയോ? പുഴുക്കൾ. നിന്റെ ശരീരത്തിന് നീ വല്ല പണക്കാരനായിരുന്നു പറഞ്ഞ് പുഴുക്കൾ തിന്നാതിരിക്കില്ല. നിന്റെ കബറിൽ കൊണ്ടുപോയി വെക്കുന്ന അതേ നാട്ടിൽ ആ പള്ളിയിലുള്ള അതേ 4 മുണ്ടാസും കെട്ടിയ ആൾക്കാരെന്നെ അവരെന്നെ നിന്റെ കബർ അവിടെ കുഴിക്കുന്നത്. അവിടെ ഇത് ഇന്ന പണക്കാരെന്ന് അവന്റെ കബർ കുറച്ച് വലുതാക്കി വെക്കണം, ബെഡ് വെക്കണം എന്നൊന്നും അവർ പറയില്ല. അവർ പേര് പോലും പറയില്ല. അവർ പറയും മയ്യത്ത് വെക്കേണ്ട സമയമായി പോയി പറയും, 12 മണിയായി പെട്ടെന്ന് മയ്യത്ത് കൊണ്ടുപോയി ജനാസ നിസ്കരിക്കാനുണ്ട്, 10 അരമണിക്കൂർ 1 മണിക്കൂർ പെട്ടെന്ന് കുളിപ്പിക്കുന്നു, അങ്ങനെ തിരക്കാക്കുന്നു, മൂടിട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞു പോയി. കാറൂന്ന് പറയുന്ന വലിയ പണക്കാരന്, വലിയ പണക്കാർ എത്ര ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാളും കൂടുതൽ പൈസ ഉണ്ടാകുന്ന കാറൂവിന്റെ പോലും പൈസ ഉണ്ടായിട്ട് പോലും അവന് മരണത്തിന് തടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന് അവിടെ കൊണ്ടുപോയിച്ചത് 6 മണിയിൽ തന്നെയാണ് പോയി. പിന്നെ എന്ത് പൈസ എന്ന് പറഞ്ഞിട്ട് എന്തിനു അഹങ്കരിക്കണം? പൈസ ഇല്ലാതെ എന്തിന് വിഷമിക്കണം? പൈസ ഇല്ല, എനിക്ക് ഫ്ലൈറ്റിൽ വലിയ ഫസ്റ്റ് ക്ലാസ്സിൽ പോകണം, അല്ലെങ്കിൽ ലാൻഡ് ക്രൂസറിൽ പോകണം, അല്ലെങ്കിൽ താറ് വണ്ടിയിൽ പോകണം, വലിയ വണ്ടിയിൽ പോകണം. അങ്ങനെ നിനക്ക് താറിൽ പോകാൻ പറ്റുന്നെങ്കിൽ നീ താറിൽ പോയിക്കോ. നീ വലിയ ഫസ്റ്റ് ക്ലാസ് നിനക്ക് ഫ്ലൈറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നീ പോയിക്കോ. നിന്റെ എങ്ങനെ പൈസ ഉണ്ട് അങ്ങനെ നീ പോയിക്കോ. ഇനി അതിൽ പൈസ ഇരിക്കാനില്ല, നീ സ്കൂട്ടറിൽ പോ, സ്കൂട്ടറിലില്ലെങ്കിൽ സൈക്കിളിൽ പോ, സൈക്കിളിൽ പോകുന്നില്ലെങ്കിലും ട്രെയിനിൽ പോ, ടിക്കറ്റ് കൊടുത്ത് എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മളെ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും നമ്മൾക്കുണ്ട്. ഇനി അങ്ങനെ അങ്ങനെയും പോകാൻ പറ്റുന്നില്ലെങ്കിൽ നടന്നു പോ, അതും പറ്റുന്നില്ലെങ്കിൽ പോകണ്ട. നീ മരിക്കുന്നൊന്നുമില്ലല്ലോ. നിനക്ക് ബേസിക് ചീസ്, അതായത് നമുക്ക് ജീവിക്കാനുള്ളത് എന്തൊക്കെയാണ് വേണ്ട അതൊക്കെ അല്ല ഉറപ്പായിട്ട് നമുക്ക് തരുമെന്ന് അല്ല ഉറപ്പ് വന്നിട്ടില്ലേ. പിന്നെ എന്തിനു ടെൻഷൻ അടിക്കണം? കുറച്ച് ദിവസേ നമ്മൾ ഈ ദുനിയാവിലുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ മുകളിലേക്ക് നോക്കി നമ്മൾ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അതെന്താണ് 3 കാര്യങ്ങൾ അല്ല പറഞ്ഞു? ഒരാൾക്ക് കിടക്കാൻ ഒരു സ്ഥലം, കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം എന്തായാലും വേണം. അതല്ല നമുക്ക് എല്ലാവർക്കും ഇല്ലേ? അതിൽ ആർക്കെങ്കിലും ഇടുങ്ങി വീഴാത്ത ഒരു നല്ല ബെഡ് ഉണ്ടെങ്കിൽ അത് കിട്ടുന്നില്ലേ? പിന്നെ 3 നേരം ഭക്ഷിക്കാനുള്ളത്, എല്ലാ ദിവസവും 3 നേരം ഭക്ഷിക്കാൻ. റസൂലുള്ള 1 നേരമാണ് ഭക്ഷിച്ചത്, പക്ഷെ നമ്മൾക്ക് അൽഹംദുലില്ലാ 3 നേരം ഭക്ഷിക്കാൻ അള്ളാഹു തരുന്നില്ലേ? അൽഹംദുലില്ലാ എന്ന് പറയാം. പിന്നെ ആരോഗ്യം, ജോലിക്ക് പോകാനുള്ള ആരോഗ്യം നടക്കുക. ഈ 3 കിട്ടിയ അവൻ കോടീശ്വരനാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ 3 കിട്ടിയവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ചെയ്ത 3 എല്ലാവർക്കും കിട്ടുന്നില്ലേ? പിന്നെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ആ 3 മതി, അത് മാത്രം മതി. ഇബാദത്ത് നമ്മളുടെ മെയിൻ ലക്ഷ്യം അള്ളാഹു പെട്ടെന്ന് പോകുമ്പോൾ മരണത്തിലേക്ക് കബറിൽ പോയി കിടക്കുമ്പോൾ അവിടത്തേക്കുള്ള സമ്പാദ്യം, അത് ഇല്ലെങ്കിലാണ് ടെൻഷൻ അടിക്കേണ്ടത്. അതിനു വേണ്ടി പണിയെടുക്കാൻ ഈ 3 കാര്യങ്ങൾ അത് നമ്മൾക്ക് അള്ളാഹു വാഗ്ദാനം നൽകി അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. ഈ 3 കാര്യങ്ങളല്ലാതെ ബാക്കിയൊക്കെ നിനക്ക് എന്തൊക്കെ അനുഗ്രഹം? നിനക്ക് വണ്ടിയുണ്ട്, നിനക്ക് നല്ല ജോലിയുണ്ട്, നിനക്ക് കൂടുതൽ സാലറി വരുന്നുണ്ട്, വേറെ ഒരുപാട് അനുഗ്രഹം, അതൊക്കെ ബോണസാണ്. അൽഹംദുലില്ലാ. നമുക്ക് അതല്ലാതെ വേറെ എന്തൊക്കെ അനുഗ്രഹം അല്ലാഹു നൽകി അതൊന്നും ഞാൻ ഓർക്കുക. ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട് നീ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പമാണ്, അത് അള്ളാഹിന്റെ കുഴപ്പമല്ല. വെറുതെ നാളത്തെ കുറിച്ച് ഇതിനും കിട്ടാതിനെ കുറിച്ച് ടെൻഷൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്ന ഭായി? ഇനി ഇപ്പൊ ഇത് ഒരുപാട് കിട്ടിയെങ്കിൽ എന്തെല്ലാം കീഴടക്കിയാലും അവൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച് എല്ലാം ഉപേക്ഷിച്ച് പോണ്ടേ ഭായി. നീ പോകുന്ന കബറിലേക്ക് തന്നെയല്ല അവനും വരുന്നത്. എന്തിനു ഭായി? എത്ര നേടിയാലും നമ്മൾ പോകുന്ന കബറിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. എത്ര ഇനി ജിമ്മ് ബോഡിയാണെങ്കിൽ, എത്ര സൗന്ദര്യമുള്ള പെണ്ണുങ്ങളാണെങ്കിലും പുരുഷനാണെങ്കിലും അവനൊക്കെ എന്തായി മരിക്കലോട് കൂടി അവൻ്റെ ഇത് കഴിഞ്ഞ്. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പൊ പൈസ കൂടുതലുള്ള ആൾക്കാരാണ് കൂടുതൽ എന്താക്കുന്നത്, സമയം കിട്ടാതെ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് മരിക്കുന്നത്. പൈസ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും നാട്ടിൽ അങ്ങനെ രോഗമായിട്ട് കിടക്കുന്നുണ്ട്. എത്രയോ സമ്പന്നന്മാരെല്ലാം മരിച്ച് നമ്മളെ കൺമുന്നിൽ കാണുന്നില്ല ചെറുപ്പം. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെയും ടെൻഷൻ അടിക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ നമ്മൾ വെറും ബുദ്ധിയില്ലാത്തവരല്ലേ? യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞ യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പറയുന്നത് പരലോകത്തെ കുറിച്ച് ചിന്തിക്കുകയും അവിടത്തേക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമ്പാദിക്കുകയും മരിക്കുമ്പോൾ കയ്യിലെ സമ്പാദ്യങ്ങൾ, നന്മകൾ, നിസ്കാരം, ഖുർആൻ, അതുപോലെ സ്വതക്ക, നല്ല കാര്യങ്ങളുമായിട്ട് ആരാണ് മരിക്കുന്നത്? അവനാണ് ബുദ്ധിമാൻ. അവനാണ് യഥാർത്ഥത്തിൽ ജീവിതം കൊണ്ട് വിജയം നേടിയവൻ. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പൈസ ഇല്ലെങ്കിൽ, പക്ഷേ എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന ആൾക്ക് ഒരുപാട് ഭാര്യക്ക് വേണ്ടെങ്കിലും ഒഴിവാക്കട്ടെ ഭായി, ഭാര്യ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന്, ഒരു കുഴപ്പമില്ല എന്ന്. ഭാര്യക്ക് നിന്റെ ആ ചെലവിൽ താങ്ങാൻ കഴിയുന്ന ഭാര്യങ്ങൾ നിൽക്കട്ടെ, അല്ലെങ്കിൽ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിനക്ക് വേറെ കല്യാണം കഴിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല അതല്ലേ പറഞ്ഞ. നീ ഇപ്പം ഭാര്യ എന്ന് പറയുന്നത് നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് വിശക്കുന്നത് പോലെ നമ്മുടെ ലൈംഗികത്തിനും എല്ലാത്തിനും നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഭാര്യ വേണ്ടി വരും. ഇല്ലെങ്കിൽ നീ തെറ്റിലേക്ക് സിനയിലേക്ക് പോകുന്നു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ വേറൊരു വിവാഹം കഴിക്കുക. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി നിന്റെ പൈസ ഇല്ല, വേറെ നിക്കാഹ് കഴിക്കാൻ, അങ്ങനെ വേറെ പെണ്ണ് കിട്ടില്ല, അള്ളാഹു നിനക്ക് നിക്കാഹ് തരും, അതല്ല അള്ളാഹ് പറഞ്ഞ. നീ നല്ല നിയത്തോടു കൂടി സിനായിലേക്ക് അല്ലെങ്കിൽ വിചാരത്തിലേക്ക് പോകുന്നു ഭയപ്പെട്ടുകൊണ്ട് നല്ലൊരു നിയത്തോടു കൂടി
നീ നിക്കാഹ് കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും, നീ ഒന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നീ പെണ്ണ് കിട്ടാതിരിക്കണ്ട, അതിന് നിക്കാഹിന് ശേഷം ഞാൻ നിനക്ക് ഐശ്വര്യം തരും അത് നമ്മളുടെ ആവശ്യമാണ് ഒരു കാര്യം എന്നുള്ളത്, കിട്ടുക എന്നുള്ളത്. അപ്പം നമ്മുടെ ആവശ്യമെല്ലാം അതെല്ലാം അള്ളാഹു നമുക്ക് ചെയ്തു തരുമെന്ന്.